പാലക്കാട് മണ്ണാർക്കാട് എൻ ഷംസുദ്ദീൻ എം.എൽ.എ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് ഉദ്ഘാടനത്തിന്റെ ഫ്ലക്സ് ബോർഡിന് പിഴയിട്ട് നഗരസഭ. 2 ബോർഡുകൾക്ക് 10,000 രൂപയാണ് പിഴ ചുമത്തിയത്. പരിപാടിയുടെ സംഘാടകനായ ആനമുളിയിലെ ടി.കെ. ഫൈസലിനാണ് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകിയത്. 7 ദിവസത്തിനകം പിഴയടയ്ക്കാനാണ് നിർദ്ദേശം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പമുണ്ട്. ഇക്ബാൽ അറക്കൽ, ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ ഹൈക്കോടതി നിർദ്ദേശമൊക്കെയുണ്ട്. അപ്പോൾ അത് മുന്നിൽ നിർത്തിക്കൊണ്ടാണോ ഈ ബോർഡിന് പിഴയിട്ടിരിക്കുന്നത്? സുജി, അതായത് കഴിഞ്ഞ ദിവസമാണ് മണ്ണാർക്കാട് നഗരസഭാ പരിധിയിൽ വെച്ച് ചില രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെ, പ്രത്യേകിച്ചും CPI പോലുള്ള സംഘടനകളുടെ പരിപാടികൾക്ക് വേണ്ടി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾക്കെതിരെയും കൊടികൾക്കെതിരെയും നഗരസഭാ അധികൃതർ നടപടി സ്വീകരിച്ചത്. ഇതിനു പിന്നാലെ CPI പ്രവർത്തകർ തന്നെ റോഡിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ MLAയുടെ ഫ്ലക്സ് ബോർഡുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നഗരസഭാ അധികൃതർക്ക് വിവരം നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മണ്ണാർക്കാട് നഗരസഭാ അധികൃതർ ഈ പാതയോരത്തുള്ള എൻ ഷംസുദ്ദീൻ MLAയുടെ ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ കാണുകയും ഇതിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എൻ ഷംസുദ്ദീൻ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെയാണ് ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. 2 ബോർഡുകൾക്ക് 10,000 രൂപയാണ് ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭ പിഴ ചുമത്തിയിരിക്കുന്നത്. പരിപാടിയുടെ സംഘാടകനായ ആനമുളിയിലെ ടി.കെ. ഫൈസലിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് മണ്ണാർക്കാട് നഗരസഭ അധികൃതർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. 7 ദിവസത്തിനകം ഈ 10,000 രൂപയുടെ പിഴ അടയ്ക്കണമെന്നുള്ളതാണ് മണ്ണാർക്കാട് നഗരസഭ അധികൃതർ ടി.കെ. ഫൈസലിന് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. ഏതായാലും മണ്ണാർക്കാട് നഗരസഭാ പരിധിക്കകത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെയോ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ അനധികൃതമായി സ്ഥാപിക്കുന്നതിന് നടപടികൾ ഇനിയും തുടരുമെന്നുള്ളതാണ് മണ്ണാർക്കാട് നഗരസഭാ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. സുജയ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.